ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എനിക്ക് ആവശ്യമാണ്. അപ്പം നിങ്ങളെല്ലാവരും അത് കമൻറ്റായി രേഖപ്പെടുത്തണം. എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഓരോരോ വീഡിയോ ഇടുമ്പം അത് മെച്ചപ്പെടുത്തി ഇടാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് തയ്ക്കാൻ പോകുന്നത് ഒരു പഴയ സാരി വെച്ചിട്ടൊരു പട്ടുപാവാടയും ബ്ലൗസുമാണ്. ഒരു ചെറിയൊരു കുട്ടിക്കാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. നമ്മൾ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ തുണിയും ഈ സാരിയിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ലൈനിങ് സെപ്പറേറ്റ് ഉള്ളവർക്ക് നമുക്ക് ആ ലൈനിങ് തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ലൈനിങ് ഒന്നും ഇല്ലാത്തവർക്ക് ഈ സാരി വെച്ച് തന്നെ നമ്മൾ രണ്ടും ഉൾക്കൊള്ളിച്ച് തയ്ക്കാൻ പറ്റുന്നൊരു വീഡിയോ ആണ് കാണിച്ചു തരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ മുന്താണി പോർഷൻ കാണിക്കുന്നത്. മുന്താണി പോർഷനാണ് നമ്മൾ ബ്ലൗസായിട്ട് എടുക്കുന്നത്. അതിൻ്റെ ബാക്കി പോർഷൻ നമ്മൾ പാവാടയായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അളവിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്ലൗസ് പീസാണ്. അപ്പോൾ നമ്മൾ മുന്താണി രണ്ടായിട്ട് മടക്കിയിടണം. അകവും പുറവും തിരിച്ചിട്ടിട്ട് നമ്മൾ അടയാളപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നത് അകത്തേക്ക് പൊക്കോളൂ. അപ്പോൾ നമ്മുടെ പുറം മെയിൻ തുണിയിൽ ഒരിക്കലും ചോക്കിൻ്റെ പാടൊന്നും വരത്തില്ല. അപ്പോൾ നിങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ അത് ശ്രദ്ധിച്ച് അടയാളപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ആദ്യമേ നമ്മൾ അടയാളപ്പെടുത്തുന്ന ടോട്ടൽ ലെങ്താണ്, ബ്ലൗസിന് എത്രമാത്രമാണ് ഇറക്കം കൊടുക്കുന്നത് അതാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. ബ്ലൗസിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടി അതുപോലെ അടിവശം മടക്കി അടിക്കാനും കൂടെ കൂട്ടി 15 ഇഞ്ചാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും അടയാളപ്പെടുത്താനായിട്ട്. അതുകൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്കി അടയാളപ്പെടുത്താം. ഇതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. കസവ് ആവശ്യമുള്ളവർക്ക് മാത്രം അളന്നെടുത്താൽ മതി. അത് കസവ് വേണ്ട എന്നുള്ളതാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്തെടുത്ത് മാറ്റിയതിന് ശേഷം ടോട്ടൽ ലെങ്ത് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ കസവ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ടോട്ടൽ ലെങ്ത് 15 എടുത്തു. അതുപോലെ നമ്മൾ ഈ തുണിയുടെ വീതി എടുത്തേക്കുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ ആവശ്യാനുസരണം നമ്മൾ എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇവിടെ ഷോൾഡർ നമ്മൾ എടുക്കുന്ന 5.5 ഇഞ്ചാണ്. ഇനി കൈക്കുഴിയാണ് അടയാളപ്പെടുത്തുന്നത്. കൈക്കുഴി നമ്മൾ അടയാളപ്പെടുത്തുന്നത് 4 ഇഞ്ചാണ്. അതുപോലെ ചെസ്റ്റ് അളവെന്ന് പറയുന്നത് നെഞ്ചളവ് 6 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ടിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. ടോപ്പിൻ്റെ അടിഭാഗത്തെ അളവെന്ന് പറയുന്നത് നമ്മൾ 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. തയ്യൽ തുമ്പായിട്ട് നമ്മൾ 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഷോൾഡറിൽ നിന്ന് നേരെ താഴത്തോട്ട് ചെരിച്ച് വരയ്ക്കണം. ഇനി നമ്മൾ എടുക്കുന്ന കഴുത്താണ്. കഴുത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ 3 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 4 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലാണ് നെക്ക് അടയാളപ്പെടുത്തുന്നത്. പക്ഷെ നമ്മൾ തയ്ക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് നെക്ക് ഇറക്കം വേണമെങ്കിൽ ഇറക്കത്തിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് തയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ 4 ഇഞ്ച് മാത്രമേ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷേ തയ്ക്കാനെടുത്തപ്പോൾ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് തയ്ച്ചേക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ റൗണ്ട് നെക്കാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് കർവ് സ്കെയിൽ കൊണ്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കൈക്കുഴിയും കർവ് സ്കെയിൽ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്കിതിൻ്റെ ലൈനിങ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സെയിം നമ്മൾ കട്ട് ചെയ്തെടുത്തത് വേറൊരു പീസ് തുണിയിലോട്ട് 4ആയിട്ട് മടക്കിയ തുണിയിലോട്ട് എടുത്ത് വെച്ചതിന് ശേഷം ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ലൈനിങ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്.
അടുത്തത് നമ്മൾ പാവാട കട്ട് ചെയ്യാനായിട്ടുള്ള തുണിയാണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അളവ് പറയുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഓരോരുത്തരും പട്ടുപാവാട തയ്ക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞൊറിവ് വെച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ വെക്കുന്ന ഞൊറിവിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യാസമുണ്ട്. ചിലർ ചെറുതായിട്ട് വെക്കും, ചിലർ വലുപ്പം ഉള്ളതും വെക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തുണി എടുക്കുന്നതിൻ്റെ അളവിലും വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയുടെ വേസ്റ്റ് അളവെന്ന് പറയുന്നത് 23 ഇഞ്ചാണ്. അപ്പോൾ 23 ഇഞ്ചുള്ള ഒരു കുട്ടിക്ക് നമ്മൾ തയ്ക്കുമ്പം എന്തുമാത്രം തുണിയാണ് ആവശ്യമെന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ 30 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ബെൽറ്റിൻ്റെ അളവിൽ നിന്ന് കുറച്ചാണ് നമ്മൾ പാവാടയ്ക്കുള്ള കട്ട് ചെയ്യേണ്ടത്. ബെൽറ്റിന് നമ്മൾ വേറെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 30 അതുപോലെ ഈ തുണി 4ആയിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്. അതിൻ്റെ വീതി എന്ന് പറയുന്നത് 19 ഇഞ്ചുമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ചെറിയ കുട്ടിക്കായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും വീതിയിൽ ഇല്ലെങ്കിൽ ഇത്രയും അളവിൽ തുണി എടുക്കുന്നത്. ഓരോരുത്തരും എടുക്കുന്ന പ്ലീറ്റിൻ്റെ അളവനുസരിച്ചിരിക്കും നമ്മൾ തയ്ക്കുന്നതിൻ്റെ തുണിയുടെ അളവ്. അതൊരിക്കലും നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കത്തില്ല. അടുത്തത് നമ്മൾ കൈക്കുള്ള തുണിയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ തുണി 4ആയിട്ട് മടക്കിയിടണം. അതിനുശേഷം നമ്മൾ കൈയിറക്കം എന്ന് പറയുന്നത് 4 ഇഞ്ചാണ് വെക്കുന്നത്. അതുപോലെ വീതി എന്ന് പറയുന്നത് 10 ഇഞ്ചാണ് നമ്മളിവിടെ വെക്കുന്നത്. എന്തിനാണ് 10 ഇഞ്ച് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ടാണ് തയ്ക്കുന്നത്. അതായത് ചെറുതായിട്ട് കുടുക്ക കൈയായിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 10 ഇഞ്ചിലാണ് തുണി എടുക്കുന്നത്. അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടിങ് വീഡിയോ കഴിഞ്ഞു. ഇനി നമ്മൾ തയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ തയ്ക്കുന്നത് പാവാടയാണ്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ പ്ലീറ്റ്സാണ് നമ്മൾ എടുത്തിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പ്ലീറ്റ്സും കറക്റ്റായിട്ട് എടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തയ്ക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഓരോ പ്ലീറ്റ്സിനും വേരിയേഷൻ വരും. അപ്പോൾ അത് നോക്കി നമുക്ക് ഓരോ പ്ലീറ്റ്സും എടുത്ത് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പ്ലീറ്റ് എടുത്ത് തയ്ച്ച പാവാട. അയൺ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ വൃത്തിക്കായിട്ട് ഇരിക്കും. അടുത്തത് നമ്മൾ പാവാടയ്ക്കുള്ള ബെൽറ്റാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ നീളം എന്ന് പറയുന്നത് 24 ഇഞ്ചും അതുപോലെ വീതി എന്ന് പറയുന്നത് 7 ഇഞ്ചുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും വലിപ്പമുള്ള ബെൽറ്റ് വേണ്ട എന്നുള്ളവർക്ക് നമുക്ക് ബെൽറ്റിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ്. അതിൻ്റെ അനുസരിച്ച് നമ്മൾ പാവാടയുടെ അളവും കൂട്ടി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 24 ഇഞ്ച് നീളമാണ് എടുത്തേക്കുന്നത്. 23 നമ്മുടെ വേസ്റ്റ് അളവെന്ന് പറയുന്നത്. 1 ഇഞ്ച് നമ്മൾ കൂട്ടി ഇടുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡും നമ്മൾ മടക്കി അടിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 24 ഇട്ടു. അതുപോലെ തന്നെ 7 ഇഞ്ച് നമ്മൾ മടക്കുമ്പോൾ 3.5 ഇഞ്ചാണ് നമ്മുടെ ബെൽറ്റിൻ്റെ കറക്റ്റ് അളവെന്ന് പറയുന്നത്. ഇനി നമുക്ക് പാവാടയും ബെൽറ്റും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. അതിനു മുൻപ് ബെൽറ്റിൻ്റെ പീസ് 2 സൈഡും നമുക്ക് മടക്കി അടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് പാവാടയും ബെൽറ്റും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ പാവാടയ്ക്ക് ലൈനിങ് വെച്ചിട്ടുണ്ട്. അത് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പാവാടയ്ക്ക് ലൈനിങ് വെക്കാം, ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി പാവാടയും ബെൽറ്റും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. ഇതിൽ കാണുന്ന പോലെ ബെൽറ്റും അതുപോലെ തന്നെ നമ്മുടെ പാവാടയുടെ പീസും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ തയ്ച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ തുണി നേരെ നടുവേ മടക്കിയിട്ട് അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം. ബെൽറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ഇത് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. കൂട്ടി യോജിപ്പിക്കുന്നതിന് മുൻപേ നമ്മുടെ പാവാടയ്ക്ക് എന്തുമാത്രം സ്ലിറ്റ് ആവശ്യമാണോ അതിൻ്റെ അനുസരിച്ച് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കൂട്ടി യോജിപ്പിച്ചെടുക്കാവുള്ളൂ.
അടുത്ത നമ്മൾ കാണിക്കുന്നത് കഴുത്തിനൊരു ചെറിയൊരു ഡിസൈൻ വെക്കുന്നതാണ്. അത് നമ്മൾ സാധാരണ ഒരു തുണി വെട്ടിയിട്ട് നടുവേ മടക്കിയതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്തിട്ട് തയ്ച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ബ്ലൗസ് പീസ് എങ്ങനെ തയ്ക്കുന്നതെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ലൈനിങ്ങും ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ തയ്ച്ചെടുത്ത നെക്കിനുള്ള ഡിസൈൻ വെച്ച് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ മെയിൻ പീസ് തുണി വെക്കണം. അതിനുശേഷം നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ള നമ്മുടെ തുണി എടുക്കണം. അതിന് മേളിലായിട്ട് നമ്മൾ ലൈനിങ്ങും കൂടെ വെച്ചതിന് ശേഷം കറക്റ്റ് ലെവലിന് വെച്ച് നമ്മുടെ കഴുത്തിൻ്റെ റൗണ്ട് അനുസരിച്ച് തയ്ച്ചെടുക്കണം. അതിനുശേഷം ലൈനിങ് മറു സൈഡിലോട്ട് മറിച്ചിട്ടിട്ട് വീണ്ടും അതിൻ്റെ പുറത്തുകൂടെ പതിച്ചടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ടാവും. റൗണ്ടിൽ തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തതിന് ശേഷം മാത്രമാണ് ലൈനിങ് പീസ് മറിച്ചിട്ടിട്ട് പുറത്തുകൂടെ പതിച്ചടിക്കാവുള്ളൂ. ഇതീ കാണുന്ന പോലെ പതിച്ചടിച്ചെങ്കിൽ മാത്രമാണ് നമുക്കൊരു കറക്റ്റ് ഫിനിഷിങ്ങും കിട്ടത്തുള്ളൂ. അതുപോലെ നമ്മുടെ കഴുത്ത് വൃത്തിക്കും ഇരിക്കത്തുള്ളൂ. അടുത്ത് നമ്മൾ ബാക്ക് പീസാണ് തയ്ക്കുന്നത്. അത് നോർമലി നമ്മൾ ലൈനിങ്ങും കൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് മറിച്ചിട്ട് എടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഫ്രണ്ടും ബാക്ക് പീസും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എപ്പോഴും നമ്മുടെ ഷോൾഡർ പതിച്ചടിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഷോൾഡർ നല്ല പെർഫെക്ഷനോടെ ഇരിക്കത്തുള്ളൂ. അത് ഏത് ഡ്രസ്സ് ചെയ്യുമ്പോഴും ഷോൾഡർ പതിച്ചടിക്കുന്നത് നല്ലതാണ്. പതിച്ചടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഷോൾഡർ ഇങ്ങനെ കിട്ടും. അടുത്തത് നമുക്ക് കൈ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു 10 ഇഞ്ചാണ് നമ്മൾ കൈയുടെ വീതി എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു 7 ഇഞ്ച് താഴെ അടയാളപ്പെടുത്തണം. ആ അടയാളപ്പെടുത്തി നമ്മൾ 4 പീസിലുമായിട്ട് അടയാളപ്പെടുത്തണം. മേൽഭാഗത്ത് നമ്മൾ 6 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതും നമ്മൾ 4 പീസിലും അടയാളപ്പെടുത്തണം. അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം അതിൻ്റെ അടിഭാഗം മടക്കി അടിക്കാനായിട്ട് നമ്മൾ 1.5 ഇഞ്ച് വീതിയിൽ ഒരു തുണി എടുത്തതിന് ശേഷം നമ്മൾ നടുവേ മടക്കിയിട്ട് ഇതിൽ കാണുന്ന പോലെ വെച്ച് നമ്മൾ മടക്കിയടിക്കണം. അങ്ങനെ നമുക്ക് 2 കൈയിലും മടക്കിയടിക്കാം. ഇതിൽ കാണുന്ന പോലെ മടക്കിയടിച്ച് എടുക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ കൈ കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് 2 കൈയും ബ്ലൗസ് പീസുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം.
കൈ നമ്മൾ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഓർത്തത് ഇതിൻ്റെ ബാക്കിൽ കൊളുത്ത് വെക്കണം എന്നാണ് നമ്മളോട് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ അത് മറന്നുപോയി. അപ്പോൾ സാരമില്ല, നമുക്ക് ഇങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് അത്രയും തയ്യൽ അറിയാവുന്നവർ മാത്രമാണ് ഇങ്ങനെ ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ ഒത്തിരി വേരിയേഷൻ വരും കഴുത്തിനൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ 2 പീസ് തുണി എടുത്തതിന് ശേഷം ഇതുപോലെ നേരെ മടക്കിയിട്ട് സാധാരണ നമ്മൾ ബ്ലൗസിനൊക്കെ എങ്ങനെയാണ് കൊളുത്ത് ജോയിൻ ചെയ്തെടുക്കുന്നത് അതുപോലെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പൊടിക്ക് ഇല്ലെങ്കിൽ ഒരു ചെറുതായിട്ട് ഇതിനൊരു പുറകിലെ കഴുത്തിന് ചെറിയൊരു വ്യത്യാസം വരും. ചെറുതായിട്ടാണ് വരത്തുള്ളൂ, അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നെന്നുള്ളൂ. നമ്മൾ നല്ല തുണിയിലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ കൊളുത്തിൻ്റെ ഭാഗം തയ്ച്ചതിന് ശേഷം നമുക്ക് ബ്ലൗസിൻ്റെ അടിഭാഗം വേണമെങ്കിൽ നമുക്ക് അതേ തന്നെ മടക്കി അടിക്കാം, ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ഇതിൽ കാണിച്ചേക്കുന്ന പോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അത് ജോയിൻ ചെയ്തിട്ട് മടക്കി അടിക്കാവുന്നതാണ്. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ട് അത് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ എല്ലാവരും കമൻറ്റും ചെയ്യണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.